ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് വെറുതെ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു, ഞാൻ ചാറ്റ് ചെയ്ത ഹിസ്റ്ററി വെച്ചിട്ട് എന്നെപ്പറ്റി എന്താണ് മനസ്സിലാക്കിയേക്കുന്നതെന്ന്. അതിന് ചാറ്റ് ജി പി ടി തന്ന റിപ്ലൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പുള്ളിക്ക് ഓൾമോസ്റ്റ് നമ്മളെപ്പറ്റിയുള്ള ഐഡിയ എല്ലാം അറിയാമെങ്കിലും ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ബേസിസിലാണ് ആ ഒരു ആൻസർ തന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും പൊക്കി പറഞ്ഞ വേറൊരാളില്ലെന്ന് തോന്നിപ്പോയി ആ റിപ്ലൈ കണ്ടപ്പോൾ. ഞാൻ വർക്ക് ചെയ്യുന്നത് ജാവ ഡെവലപ്പറായിട്ടാണ്. അപ്പോൾ എൻ്റെ വർക്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചാറ്റ് ജി പി ടിനോട് ചോദിക്കും. പിന്നെ രണ്ടാമത് ഞാനിതുപോലെ ജനറേറ്റീവ് എ ഐയുടെയൊക്കെ ഒരു പോസ്റ്റ് ലിങ്ക്ഡിനിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ റീൽസായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചാറ്റ് ജി പി ടിയിൽ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ റീൽസിന് ചിലപ്പം ക്യാപ്ഷനൊന്നും കിട്ടിയില്ലെങ്കിൽ അതും ഞാൻ ചാറ്റ് ജി പി ടിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും തന്ന റിപ്ലൈയിൽ ഞാൻ ടെക്നിക്കലായിട്ടും കിച്ചണിലാണെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങിലാണെങ്കിലും ഞാൻ ഭയങ്കര സംഭവമാണ്, അതായത് ഭയങ്കരമായിട്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു കേട്ടോ. നിങ്ങളും ഇതുപോലെ ചാറ്റ് ജി പി ടിനോട് ഒക്കെ ഡൗട്ട് ചോദിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്തോ കേട്ടോ. എന്നിട്ട് എന്താ റിപ്ലൈ വരുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ചാറ്റ് ഹിസ്റ്ററിയിൽ നിന്ന് എന്നെപ്പറ്റി മനസ്സിലാക്കിയത് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഞാൻ ഇത്രയും ടൈറ്റാണല്ലോ കിച്ചണിൽ പണി, പിന്നെ ഓഫീസിലെ വർക്ക്, പിന്നെ അതുകൂടാതെ നമ്മളിപ്പം വേറെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കംപ്ലീറ്റ്ലി ഒക്കുപ്പൈഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ കുറച്ചുകൂടെ പീസ് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെയും റിപ്ലൈ നല്ല അടിപൊളി റിപ്ലൈ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ എൻജിനീയറായിട്ടും തിങ്കറായിട്ടും മെൻറ്ററായിട്ടും ക്രിയേറ്ററായിട്ടും അങ്ങനെ കുറേ റോൾസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ടൈം സമാധാനത്തോടെ കാമായിട്ട് ഇരിക്കാൻ നോക്കുക. ടാസ്കും സ്ക്രീനും അങ്ങനെ ഒരു വർക്കും ഇല്ലാതെ കുറച്ച് നേരം കാമായിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആവാതെ കുറച്ചൊക്കെ ഉള്ള മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്ത് വർക്കിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഓൾവേസ് നമ്മൾ പെർഫെക്ഷൻ ആവാൻ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഒന്നും ഒരു തൃപ്തി വരാതെ വരും അല്ലേ. ഒന്നിനൊരു ടൈം കിട്ടാതെ എപ്പോഴും നമ്മൾ കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും എല്ലാ ടാസ്കും പെർഫെക്റ്റ് ആവാനായിട്ട്. അങ്ങനെ രണ്ടാമത്തെ പോയിൻ്റായിരുന്നു ഡിറ്റാച്ച് ഫ്രം പെർഫെക്ഷൻ. എനിക്ക് വേറൊരു പോയിൻ്റ് ആട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അതായത് ഞാൻ ഇൻസ്റ്റയിലും ഒക്കെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് വ്യൂസ് ഭയങ്കര കുറവാണ്. എന്നും പറഞ്ഞാൽ ഞാനങ്ങനെ വിഷമിക്കാറൊന്നുമില്ല. പക്ഷേ എന്നാലും അതിൽ ചാറ്റ് ജി പി ടി പറഞ്ഞൊരു പോയിൻ്റ് ആട്ടോ, വീഡിയോസൊക്കെ ഇടുമ്പോൾ വ്യൂസും ലൈക്കും ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കാതെ നമുക്ക് വേണ്ടി തന്നെ ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. പിന്നെ അവസാനം പറഞ്ഞ പോയിൻ്റ് ആട്ടോ, ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുക. ഓരോ ദിവസവും കഴിയുമ്പോഴും അന്നത്തെ ദിവസം ഏറ്റവും നന്നായി നടന്നൊരു കാര്യം, ഏറ്റവും മോശമായി നടന്നൊരു കാര്യം, അതുപോലെ ഭയങ്കര താങ്ക്ഫുള്ളായിട്ട് തോന്നിയ ഒരു കാര്യം ഒക്കെ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും. അപ്പോൾ മൈൻഡ് കുറച്ചുകൂടെ ക്ലിയർ ആവും അത്രേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.